വന്നിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാമെന്നാണ്. അതിനായിട്ട് ഞാൻ ക്രോമിൽ ഗോഡാഡി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഗോഡാഡി ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഏത് നെയിമാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സെർച്ച് ഡൊമൈൻസ് കൊടുക്കുന്നു. ഇവിടെ വന്ന് താഴോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സജഷൻസ് കാണിക്കും. ഇവിടെ ഞാൻ ഈ ഒരു ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യാണ്. .co.in എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. മേക്ക് ഇറ്റ് യുവേഴ്സ് എന്നുള്ളത് ആഡ് ചെയ്യുന്നു. ആഡിങ് ടു കാർട്ടാണ് വരുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് വ്യൂ കാർട്ട് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ കൊടുക്കാനാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇമെയിൽ എടുക്കണമെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എത്ര വർഷത്തേക്കാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1 ഇയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന് താഴോട്ട് വന്നിട്ട് ഫുൾ ഡൊമൈൻ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇമെയിൽ, പ്രൊഫഷണൽ ഇമെയിൽ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ഞാനിവിടെ സജഷൻ കാണിച്ചാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ freshon.info എന്നുള്ള ഡൊമൈൻ നെയിമാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ആം റെഡി ടു പേ കൊടുക്കുന്നു. ഇൻക്ലൂഡിങ് GST 1041 ആണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ബില്ലിംഗ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് UPI ആണ്, ഏതാണ് പേയ്മെന്റ് മെത്തേഡ് ഏതാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് നമ്മുടെ UPI ID കൊടുക്കുന്നു. റിവ്യൂ ഓർഡർ കൊടുക്കുന്നു. നമ്മുടെ Paytm അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്കാണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, ഏതിലേക്കാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടെ നോട്ടിഫിക്കേഷൻ വരും. അവിടെ നിന്ന് നമ്മൾ പേയ്മെന്റ് ആഡ് ചെയ്യുക. ഇങ്ങനെ പേയ്മെന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഡൊമൈനെ പർച്ചേസ് ചെയ്യാൻ പറ്റും.